നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഓർത്തു വയ്ക്കാൻ കുറേയധികം നല്ല ഓർമ്മകൾ തന്ന കാലഘട്ടം ഏതായിരുന്നെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ വീഡിയോ കാണുന്ന ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരും 60 വയസ്സാകാൻ പോകുന്നവരും ആയവർക്കുമൊക്കെ മനസ്സിലാകും അത് ഏത് കാലഘട്ടമാണെന്ന്. നമ്മളുടെ കുട്ടിക്കാലം തന്നെയാണത്. അതായത് ആ കുട്ടിക്കാലത്തേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നാൽ നമുക്ക് ഓർത്തു വയ്ക്കാൻ ഒരുപാട് ഓർമ്മകളും പുതുതലമുറയ്ക്ക് നൽകാനായി നല്ല നല്ല മെസ്സേജുകളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് കഴിഞ്ഞ കാലത്തിലെ കൊഴിഞ്ഞ പീലികൾ പിറക്കിയെടുത്ത് ഒന്ന് ചീകി മിനുക്കി നോക്കാം, അല്ലേ? അപ്പോൾ പ്രായം 60 അടുക്കുന്ന അല്ലെങ്കിൽ 60 കഴിഞ്ഞ നമ്മളെക്കാൾ ഭാഗ്യവാന്മാരായി മറ്റാരുണ്ട്? കാരണം എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. ലോകത്തിന് ഏറ്റവും വേഗത്തിൽ മാറ്റം സംഭവിച്ചത് നമ്മുടെ കാലഘട്ടത്തിലായിരുന്നു. മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ നിന്ന് LED വിളക്കുകളുടെ വർണ്ണ വെളിച്ചത്തിലേക്ക് ലോകം പാഞ്ഞു പോയത് നമ്മുടെ കൺമുന്നിലൂടെ ആയിരുന്നു. നിങ്ങൾ ന്യൂജൻ തലമുറയോട് ഒന്ന് ചോദിച്ചോ, മനമുക്കുളിർക്കെ നിങ്ങൾ മഴ നനഞ്ഞിട്ടുണ്ടോ? പുതുമഴയിൽ നനഞ്ഞു നിൽക്കുന്ന പ്രണയിനിയെ കണ്ടിട്ടുണ്ടോ? വഴിവെക്കിലെ മാവിൽ നിന്നും കാലിലെറിഞ്ഞ് വീഴ്ത്തിയ മാങ്ങ ഉപ്പും മുളകും കൂട്ടി തിന്നിട്ടുണ്ടോ? പൂഴി മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ടുണ്ടോ? ചെളി വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഒന്നിച്ചു വളർന്ന കാലഘട്ടം എന്തുകൊണ്ടും വേറിട്ടതായിരുന്നു. പൊതുഗതാഗതം പേരിന് മാത്രമുള്ളപ്പോൾ ഞങ്ങൾ നടന്നു നീങ്ങിയ ദൂരം കണ്ട കാഴ്ചകളും നിരവധിയായിരുന്നു. ഞങ്ങളെ അയൽപ്പക്കത്തുള്ളവർ മാത്രമല്ല, 4-5 കിലോമീറ്റർ ചുറ്റുവലവിലുള്ളവരൊക്കെ അറിയുമായിരുന്നു. വഴിയിൽ വെച്ച് എന്ത് തല്ലുകൊളിത്തരം കാട്ടിയാലും അത് ചോദിക്കാനും പറയാനും പലരും ഉണ്ടായിരുന്നു. അവർ ചെവിക്ക് പിടിച്ചാലോ 2 താല് തന്നാലോ ആരും ചെന്ന് ചോദിക്കാനും വഴക്ക് പറയാനും ഒന്നും വീട്ടിലാരും ഇല്ലായിരുന്നു. പാടത്തും പറമ്പിലും അച്ഛൻ്റെ കൂടെയും സഹോദരങ്ങൾക്കൊപ്പവും പണി ചെയ്തിട്ടായിരുന്നു പള്ളിക്കൂട യാത്ര. തോൽവിയുടെ പേരിൽ ഞങ്ങൾ ആരും മനോരോഗികൾ ആയിട്ടില്ല, ആത്മഹത്യ ചെയ്തിട്ടുമില്ല. അത് അന്വേഷിക്കാൻ സർക്കാരോ ചൈൽഡ് ലൈനോ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്തല്ലേ ചൈൽഡ് ലൈനും അതുമിതുമെല്ലാം ഉള്ളത്. അധ്യാപകർ കുട്ടികളെ വഴക്ക് പറയാൻ പറ്റില്ല, വടിയെടുക്കാൻ പറ്റില്ല. കുട്ടികൾ ഉടനെ വീട്ടിൽ ചെന്ന് പറഞ്ഞ ഉടനെ മാതാപിതാക്കൾ വഴക്കുമായി സ്കൂളിലേക്ക് എത്തും. നമ്മൾ പലയിടത്തും പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ കാലത്തുള്ള. അപ്പോൾ അന്നൊന്നും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അധ്യാപകരെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പേടിയായിരുന്നു. ആ ഭയം ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു ആ കാലത്തുള്ള കുട്ടികൾ നന്നായി പഠിച്ചിരുന്നു. സ്കൂളിലേക്ക് മുടങ്ങാതെ പോകുമായിരുന്നു. ചിലപ്പോഴൊക്കെ മുടക്കുമായിരുന്നു. അത് വീട്ടിൽ അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയായിരുന്നു. പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ആഹാരമില്ലായിരുന്നു. ചിലർക്ക് മറ്റുള്ളവരുടെ ആഹാരം പങ്കുവെച്ച് ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്, നിങ്ങളും കഴിച്ചിട്ടുണ്ടാവും, ഇല്ലേ? അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ സ്കൂളിൽ പോലും ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വിഗ്ഗി പോലുള്ള ഭക്ഷണ വിതരണ കമ്പനികൾ ഇപ്പോൾ ധാരാളമായി നമ്മുടെ കേരളത്തിലും ആയിക്കഴിഞ്ഞു. മുൻപൊക്കെ കേരളത്തിൽ മാത്രമായിരുന്നു അത്തരത്തിലൊരു സംവിധാനം ഇല്ലാതിരുന്നത്. ഇപ്പോൾ വിദേശത്തുണ്ടാക്കുന്ന അതേ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾക്ക് ഇപ്പോൾ ഇവിടെയും കേരളത്തിലും ലഭ്യമാണ്. അത് കഴിക്കാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വളരെയധികം ഇഷ്ടപ്പെടുന്നത്. വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളൊക്കെ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ കഴിക്കാറുള്ളൂ. അവർക്കിഷ്ടം ന്യൂജൻ ഫുഡായ വിദേശ ഫുഡുകളും ഒക്കെയാണ്. അതൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കേണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ചൈൽഡ് ലൈനെ കുറിച്ചായിരുന്നു. ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത് ഇന്ന് ഒരു കുട്ടിയെ അധ്യാപകരോ മാതാപിതാക്കളോ ആരെങ്കിലും മർദ്ദിച്ചാൽ തന്നെ അവർ ചൈൽഡ് ലൈനിൽ കംപ്ലൈന്റ് ചെയ്താൽ ഉടൻ തന്നെ അവർ വരും, അന്വേഷിക്കും. അധ്യാപകർക്ക് പോലും കുട്ടികളെ തല്ലാൻ പാടില്ലാത്ത കാലമാണിപ്പോൾ. അപ്പോൾ എല്ലാവരും ഈ ചൈൽഡ് ലൈൻ്റെ കാര്യം ഒന്ന് ഓർമ്മ വച്ചിരിക്കുക. കുട്ടികൾ
പരാതി കൊടുത്താൽ തീർച്ചയായും അതിന് അന്വേഷണം ഉണ്ടാകും. അവർക്കെതിരെ ആരും കൈവെക്കാനുള്ള അധികാരം മാതാപിതാക്കൾക്ക് പോലും ഇല്ലാത്ത കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൽ എവിടെ ചെന്ന് ജീവിക്കാനും എന്തിനേയും നേരിടാനുമുള്ള ഊർജം നമ്മൾക്കുണ്ടാവും. അതായത് ഈ 60 വയസ്സ് തികഞ്ഞവർക്ക്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ വിവിധതരം പനികൾ ജീവിതത്തിൽ അലട്ടിയിട്ടില്ല. വല്ലപ്പോഴും ഒരു പനി, ചൊറി, ചിരങ്ങ്, ചിക്കൻ ബോക്സ്, മുണ്ടിനീര്, കരപ്പൻ, വല്ലപ്പോഴുമൊക്കെ തൊട്ട് തോണ്ടി പോകും, അത്രയേ ഉള്ളൂ. തുളസി ഇലയും കുരുമുളകും കരിപ്പെട്ടിയും ഒക്കെ ഇട്ട് കഷായം വെച്ച് കുടിച്ചാൽ തീരുന്ന അസുഖമേ ഉണ്ടായിരുന്നുള്ളൂ. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു കെട്ടി റോഡിൽ തള്ളാൻ അന്ന് മാലിന്യങ്ങൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ കയ്യിലോ ഉണ്ടായിരുന്നില്ല. ഒന്നും അധികമില്ലായിരുന്നു, എല്ലാം ആവശ്യത്തിനുണ്ടായിരുന്നതേ ഉള്ളൂ. പ്രണയ നൈരാശ്യം മൂത്ത് ഞങ്ങൾ പ്രണയിനിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടില്ല. ഒട്ടുമിക്ക കവലകളിലും ഉള്ള നാടൻ ചായക്കടകളിൽ നിന്നും നമുക്ക് ഒന്നിലും മായമില്ലായിരുന്നു. ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു കടയും പൂട്ടിച്ചിരുന്നില്ല. അവർ നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ അതിലൊന്നും വിഷമയമായിരുന്നില്ല. അവർ ജാതി മത വ്യത്യാസമില്ലായിരുന്നു. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഉള്ള സകലതും അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അന്ന് പല പല മതമുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തിയും ക്രിസ്മസും വലിയ പെരുന്നാളും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചാഘോഷിച്ചിട്ടുണ്ട്. അന്ന് ലക്ഷ്മിയും ആമിനയും റോസിയും ഒരു പാത്രത്തിൽ ഉണ്ട് ഒരുമിച്ച് നടന്ന് റേഡിയോ കേട്ടാസ്വദിച്ചിട്ടുണ്ട്. അത് രാവിലെ ഓൺ ചെയ്യുന്ന റേഡിയോയിൽ വന്ദേമാതരം തുടങ്ങിയാൽ അത് നിൽക്കുന്നത് രാത്രി 11:10 അവസാനിക്കുന്ന ഇംഗ്ലീഷ് വാർത്തയോടെയാണ്. അവിടെ ഞങ്ങൾ ഒരുമിച്ചിരുന്നു നാട്ടിലെ സ്പന്ദനങ്ങൾ അറിഞ്ഞു. വാൾവ് റേഡിയോ മുതൽ ട്രാൻസിസ്റ്റർ റേഡിയോ വരെ അരങ്ങുവാണ കാലഘട്ടമായിരുന്നു അത്. ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ ശൂന്യാകാശത്ത് പോയതും അവിടെ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിച്ചതും ഞങ്ങൾ റേഡിയോയിലൂടെ കേട്ടു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സഞ്ചാരിയായ രാകേഷ് ശർമ്മയോട് കൈസെ ഹേ ഹമാര ഭാരത് എന്ന് ചോദിച്ചപ്പോൾ സാരേ ജഹാൻ സേ അച്ഛാ ഹേ ഹമാര ഭാരത് എന്ന് കേട്ട് ഓരോ മനുഷ്യരും അഭിമാന പുളകിതഗാത്രരായി. അയൽ വീട്ടിലെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങളായിരുന്നു. മരണത്തിലും വിവാഹത്തിലും എല്ലാം സ്വന്തമെന്ന പോലെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോലുള്ള ഇവന്റ് മാനേജ്മെന്റുകളൊന്നും ഇല്ലായിരുന്നു. ഇവന്റ് മാനേജ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ. നമ്മൾ അന്ന് ഒരു വിവാഹം ഉണ്ടെങ്കിൽ തലേ ദിവസമേ അവരുടെ വീട്ടിലേക്ക് പോകും. അവിടെ ദേഹണ്ണം ഒക്കെ ആയിരുന്നു. അവിടെ തലേ ദിവസമേ പോയി നിന്ന് ചോറ് വെക്കാനും കറി വെക്കാനും തോരൻ വെക്കാനും അതുപോലുള്ള സദ്യ ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ കല്യാണ വീട്ടിലേക്ക് തലേ ദിവസമേ പോയി അവിടെ സഹായിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ വിളിച്ച് ഒന്ന് ഓർഡർ കൊടുക്കുന്ന താമസമേ ഉള്ളൂ. നമ്മൾ കല്യാണ മണ്ഡപത്തിലേക്ക് ഒരുങ്ങി ചെല്ലുക, അവിടെ നിന്ന് യഥേഷ്ടം ഫുഡും കഴിച്ച് മടങ്ങിപ്പോരാം. അത്രയ്ക്ക് സുഖ സൗകര്യങ്ങളായി. നമുക്ക് പന്തലിടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ആരും കല്യാണത്തിന് വിളിക്കാൻ പോകണ്ടാത്ത ഒരു കാലം കൂടിയായി മാറിയിരിക്കുകയാണ്. പലരും ഇപ്പോൾ വാട്സപ്പിലൊക്കെയാണ് വിവാഹ ക്ഷണക്കത്തുകളൊക്കെ ഇടുന്നത്. അത് കേട്ട് വരാവുന്നുള്ളവർക്ക് വരാം. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നേരിട്ട് വിളിച്ചില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളൊരു കാലഘട്ടം ആയി മാറി കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാ മാറ്റങ്ങൾ സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ? അന്നോളം ഇന്നോളം സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ പുതുതലമുറയ്ക്ക് ഒരു അതിശയം തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇത്രയും മാറ്റങ്ങൾ കടന്നു പോയതെന്നും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, പിന്നോട്ട് പോയൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നന്മ പൂത്തുലഞ്ഞു നിന്നിരുന്ന കാലമായിരുന്നു അത്. ആ കാലത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കഴിയാത്തവർ നിർഭാഗ്യവാന്മാരും. ഓർത്തുവെക്കാൻ കുറേ ഓർമ്മകൾ തന്ന കാലമായി നിങ്ങൾക്ക് നന്ദി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ, ഇത്രയും നല്ല ഓർമ്മകൾ നമ്മുടെ പലരുടെയും മനസ്സിലുണ്ടാവും, ചിലരുടെ മനസ്സിൽ ഇല്ലായിരിക്കാം. അത് എന്തുകൊണ്ടോ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്തവരുടെ മനസ്സുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഓർമ്മകൾ
ഇല്ലായിരിക്കുകയുള്ളൂ. ബാക്കി എല്ലാവരുടെ മനസ്സിൽ ഇത്തരത്തിലൊരു ഓർമ്മകൾ ഉണ്ടാകും. നിങ്ങളൊന്ന് പിന്നിലേക്ക് പോയി ചിന്തിച്ചു നോക്കൂ. എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ ഇത്തരം ഓർമ്മകൾ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മൾ ഇന്ന് പോയൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ അതിൻ്റെ മെനു അല്ലെങ്കിൽ അതിൻ്റെ ബില്ല് എത്രയായെന്ന് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. എന്നാൽ ആ ഹോട്ടൽ ജീവനക്കാരൻ കൃത്യമായി നമ്മൾ ഫുഡ് കഴിച്ച് തീരുന്നത് വരെ മാത്രം അവൻ്റെ ഓർമ്മയിലുണ്ടാകും. അത് കഴിയുമ്പോൾ അയാൾ മറന്നുപോകും. ബില്ലടച്ചു കഴിഞ്ഞാൽ അടുത്ത കസ്റ്റമർ വരും, അതായിരിക്കും ഓർക്കുന്നത്. അപ്പോൾ ബ്രെയിനിന്റെ, നമ്മുടെ തലച്ചോറിന്റെ ഒരു കഴിവിനെ കുറിച്ചും കൂടിയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മൾ ഈ തലച്ചോറിന്റെ ഈ ഭാഗങ്ങളെക്കുറിച്ചും ഈ കഴിവിനെ കുറിച്ചും എങ്ങനെ ഓർമ്മ നിൽക്കും എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഞാനൊരു അടുത്ത വീഡിയോയിൽ തീർച്ചയായും വളരെ രസകരമായി തന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടിയതിന്റെ പേരിൽ നമുക്ക് നിർത്താം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.